ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസങ്ങളായില്ലേ, കുറച്ചധികം തിരക്കിലൊക്കെ പെട്ടുപോയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 2025 നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. 2025 നമുക്ക് വന്ന നഷ്ടങ്ങളും ലാഭങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും അതെല്ലാം പൊക്കോട്ടെ. നമുക്ക് ഈ 2026 ഒരു വീട്ടമ്മയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു സൂപ്പർ വുമൺ ആകാം, ഒരു ഹാപ്പി ലൈഫ് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോയാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. കേട്ട് നോക്കിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും കൂടി ഒന്ന് ശ്രമിച്ച് നോക്കാം. മിക്കവരും ചെയ്യുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർ ഈ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം, അതുപോലെ തന്നെ കമൻറ്റും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് യുവർ മോർണിംഗ്സ്. അതിപ്പം വീട്ടമ്മമാർക്ക് തന്നെയല്ല, എല്ലാവർക്കും നമ്മുടെ മോർണിംഗ്സ് ഓരോ പ്രഭാതവും എത്രത്തോളം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു അത്രത്തോളം ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഹാപ്പി ആയിരിക്കും. അപ്പോൾ പ്രൊട്ടക്റ്റ് യുവർ മോർണിംഗ്സ് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. തലേദിവസം ഒരു പ്രീ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടുജോലികളാണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരു പ്രീ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അതിനുവേണ്ടി പ്രാർത്ഥന, മെഡിറ്റേഷൻ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ രാവിലെ. അതേപോലെ തന്നെ നമ്മളിൽ പലർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഫോണൊന്ന് ചെക്ക് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്നു മുതലൊന്ന് നിർത്താനായിട്ട് ശ്രമിക്കുക. ഫോണിൽ പലരും പല കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക, മിക്കവാറും നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം കടന്നുകൂടുക. അങ്ങനെ ഒരു നെഗറ്റീവ് കാര്യം കേൾക്കുക അല്ലെങ്കിൽ കാണുക ചെയ്താൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം പോയി കിട്ടും. അതുകൊണ്ട് ഫോൺ ചെക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ ആ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനി നമ്മൾ ശീലിക്കേണ്ട രണ്ടാമത്തെ മൈക്രോ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് തന്നെ നമ്മൾ രാവിലെ ഉണരുമ്പോഴേ ഒരു നന്ദി പറയുക. അത് നമ്മുടെ മക്കളെ ഒക്കെ ഒന്ന് ശീലിപ്പിക്കുക. പിന്നെ നമുക്ക് ആരൊരു ചെറിയൊരു നന്മ ചെയ്താലും അവർക്കൊരു താങ്ക്സ് പറയാനായിട്ട് നമ്മൾ ശീലിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡും ഹാപ്പിയാവും, അത് കേൾക്കുന്ന അവരുടെ മൈൻഡും ഹാപ്പിയാവും. ഇനി നമ്മുടെ മൂന്നാമത്തെ മൈക്രോ ഹാബിറ്റ് എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ്സ്. നമ്മൾ അർഹതപ്പെട്ടവർക്കൊരു കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് അവർക്കും സന്തോഷമാകും, നമുക്കും സന്തോഷമാകും. നമ്മുടെ വായിൽ നിന്ന് ഒരു നല്ല വാക്ക് കേൾക്കുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരുമല്ലോ. അപ്പോൾ ഇതിനുള്ള ഏറ്റവും ചെറിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ഒരാളൊരു നല്ല ഡ്രസ്സ് ഇട്ടു, അത് നമ്മളോട് നല്ലതാണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കണതിന് മുന്നേ തന്നെ നമ്മൾ പറയുക അങ്ങോട്ട്, ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് എവിടുന്നാണ് എടുത്തത്, നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ്സ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ അത് കേൾക്കുമ്പോഴത്തെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിരിക്കും. അവർക്കും നമ്മളത് പറഞ്ഞല്ലോ, നമ്മുടെ വായിൽ നിന്നൊരു നല്ല വാക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയുമ്പം നമ്മുടെയും ബ്രെയിനിലേക്കും നമ്മുടെ മൈൻഡും ഒക്കെ ഹാപ്പിയാകും, നമ്മളും പോസിറ്റീവാകും. ഇനി നമ്മുടെ നാലാമത്തെ മൈക്രോ ഹാബിറ്റ്, നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകാനായിട്ട് വെച്ചിട്ടുള്ള നാലാമത്തെ മൈക്രോ ഹാബിറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് കാര്യങ്ങളും ഒക്കെ നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവരെ നമുക്ക് അത്യാവശ്യം തിരിച്ചറിയാമല്ലോ. അങ്ങനെയുള്ളവരെ നമ്മുടെ ലൈഫിൽ നിന്നും നമുക്കൊരു ബൗണ്ടറി ഉണ്ടായിരിക്കുക അവർക്ക് ചുറ്റും. അതായത് നമ്മൾ ഒത്തിരി വെറുപ്പങ്ങോട്ട് കാണിക്കണമെന്നല്ല, അവരെ ഒന്ന് അകറ്റി നിർത്തുക, ഒന്ന് സൂക്ഷിക്കുക. അങ്ങനെയുള്ളവർ നമ്മുടെ ലൈഫിൽ എപ്പോഴും നെഗറ്റീവ് ചിന്തകളും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും നമ്മൾ നെഗറ്റീവായിട്ടിരിക്കാനും ഒക്കെ ആയിരിക്കും ആഗ്രഹിക്കുക. അങ്ങനെയുള്ളവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി നിർത്തുന്നത് നന്നായിരിക്കും. ഇനി നമ്മുടെ അഞ്ചാമത്തെ മൈക്രോ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ നമ്മളെല്ലാം ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. അതിന് നമ്മൾ സമാധാനത്തോടെ രാവിലെ മുതൽ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രീ പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ മറ്റുള്ളവരോടുള്ള സംസാരമാണെങ്കിൽ പോലും ദേഷ്യം പിടിച്ച് ബഹളം വെച്ച് അങ്ങനെയൊക്കെയുള്ള നമ്മൾ ചെറുപ്പത്തിലേ അങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് ഈ വർഷം മുതൽ നമുക്കതൊന്ന് കുറച്ചു കൊണ്ടുവരാം. അങ്ങനെ സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരോട് സമാധാനത്തോടെ സംസാരിക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് എപ്പോഴും ഹാപ്പി ആയിരിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും ശരിയാവില്ലായിരിക്കും ചിലപ്പം. അത് ഒരു ദിവസം, ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, അങ്ങനെ നമ്മൾ ഓരോ ദിവസം ചെയ്ത് നമുക്ക് സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു ശീലമാകും. ഇനി ആറാമത്തെ മൈക്രോ ഹാബിറ്റ് എന്ന് പറയുന്നത് ഡീക്ലട്ടറിങ് ആണ്. ഡീക്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളയുക. അത് മാത്രമല്ല, വീട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ പഴയ കാര്യങ്ങൾ, അതായത് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരിക്കുമല്ലോ, അത് മറ്റുള്ളവരോടുള്ള വെറുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ഡീക്ലട്ടറിങ് ചെയ്യാം.
അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെയൊക്കെ അമിത ഉപയോഗം, ഇതൊക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരിക. പിന്നെ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ പഴയ സാധനങ്ങളും പൊട്ടിയത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഓരോ ദിവസവും 1ഉം 2ഉം വെച്ചൊക്കെ ചെയ്താൽ നമ്മുടെ വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ റിലേഷൻഷിപ്പിലും നമുക്ക് ഡീക്ലട്ടറിങ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാമല്ലോ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊണ്ടുവന്നാൽ മൊത്തത്തിൽ നമ്മുടെ ലൈഫ് ഹാപ്പിയാകും. ഇനി 7ാമത്തെ മൈക്രോ ഹാബിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു വീട്ടമ്മയാണ്, പക്ഷേ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. ചിലപ്പോൾ അത് വായിക്കുന്നതാകാം, ചിലർക്ക് സ്റ്റിച്ചിങ് ആകാം, അല്ലെങ്കിൽ ഗാർഡനിങ് ആകാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താനുള്ള ചെറിയ ബിസിനസ്സുകളോ വീട്ടിലിരുന്നൊക്കെ ചെയ്യുന്ന ഒത്തിരി കൈത്തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് അങ്ങനെയൊക്കെ ആകാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം എന്താണോ അത് നമ്മളൊന്ന് കണ്ടെത്തിയിട്ട് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും പുറത്തു പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടുജോലികൾ കഴിഞ്ഞിട്ട് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്താനായിട്ട്, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ വളർത്താനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക. ഇനി നമ്മുടെ 8ാമത്തെ മൈക്രോ ഹാബിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവർ നമ്മളെ സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തും, ഇങ്ങനെയുള്ള ആ ഒരു ചിന്തയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്ന് കരുതി മറ്റുള്ളവർ പറയുന്ന വാക്കുകളോ അവരുടെ ഉപദേശങ്ങളോ ഒക്കെ നിരസിച്ച് നമ്മൾ അഹങ്കാരിയെന്ന് മുദ്ര കുത്തി കേൾക്കുക എന്നല്ല. അത് അത്യാവശ്യം, നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കൊരു വില കൊടുക്കുക. ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മുടെ കാര്യം തീരുമാനിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ വളർത്തിയെടുക്കുക. നമ്മളെക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്താലേ നമ്മുടെ ആത്മവിശ്വാസം നമ്മളെക്കുറിച്ച് വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വന്തമായിട്ട് നമുക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ തന്നെ വളർത്തിയെടുക്കുക. അതൊക്കെ നമ്മുടെ മക്കളെയും ഒന്ന് ശീലിപ്പിക്കുക. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമല്ല. ഇനി നമ്മുടെ 9ാമത്തെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ, അതുപോലെ തന്നെ റെസ്റ്റ്. നമ്മൾ ജോലികൾ ചെയ്ത് മാത്രം നടന്നാൽ പോരാ, നമുക്ക് സെൽഫ് കെയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു 10 മിനിറ്റെങ്കിലും കണ്ണടച്ചൊന്ന് റെസ്റ്റ് എടുക്കാനുമുള്ള അവകാശമുണ്ട്. നമ്മൾ ജോലി മാത്രം പോരാ, റെസ്റ്റ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ 2026 നല്ലൊരു മാറ്റത്തിനായിട്ട് നമ്മൾ വീട്ടമ്മമാർ ഈ 9 ഹാബിറ്റ് ഒന്ന് ശീലമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടൊക്കെ ഇരിക്കുക.